രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. പരാതിക്കാരിയെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിച്ചേക്കും. അതേസമയം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് തെളിവായി നൽകിയ ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഇത് എവിടേക്കാണ് ഒളിവിൽ പോയത്? ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്? ഒപ്പം വൈദ്യ പരിശോധന നടത്തിയതിന്റെ വിശദാംശങ്ങളും എന്താണ്? മോത്തി, ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യത്തെ കേസ് വന്നപ്പോൾ ഒളിവിൽ ഇപ്പോൾ താമസിച്ച ദൃശ്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ആദ്യത്തെ കേസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി തുടർന്നാണ് തിരുവനന്തപുരത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായി. പിന്നീട് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുടർന്നിരുന്നു. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ഒരു സ്ഥലമായ ബാംഗ്ലൂരിലെ ഒരു റിസോർട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നാണെന്ന് പോലീസിന് വിവരം ലഭിച്ചത്. ആ ബാംഗ്ലൂരിലെ റിസോർട്ടിലേക്ക് കാറിൽ വന്നിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്നു പോകുന്ന ഈ ദൃശ്യങ്ങളാണ് അവിടുത്തെ CCTVയിൽ നിന്നാണ് പോലീസ് ശേഖരിച്ചിരുന്നത്. പോലീസ് അവിടെ എത്തുന്നതിന് ഏതാണ്ട് 1-2 മണിക്കൂർ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് ആ വിവരം കിട്ടുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ കർണാടകയിലേക്ക് കടന്നു കളയുകയുമാണ് ചെയ്തത്. അപ്പോൾ അന്ന് അഭിഭാഷകർ ഈ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകർ പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയം സംസ്ഥാനത്തിന് പുറത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ബാംഗ്ലൂരിലെ ഈ ദൃശ്യങ്ങൾ അന്ന് പോലീസ് ശേഖരിച്ചത്. അവിടെ ഒരു റിസോർട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങിയത്. ആ റിസോർട്ടിലേക്ക് നടന്നു പോകുന്ന ദൃശ്യമാണിത്. ആ റിസോർട്ടിൽ തങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച റെക്സ് ജോസ് ഈ രണ്ടുപേരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും 2 വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊത്തം 3 ബലാത്സംഗ കേസുകളാണുള്ളത്. അതിൽ 3ാമത്തെ ബലാത്സംഗ കേസിൽ മറ്റൊരു നിർണായക നീക്കം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഈ 3ാമത്തെ പരാതി നൽകിയ യുവതി അവർ വിദേശത്തായിരുന്നു. അവിടെയാണ് അവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പരാതിയൊക്കെ അവിടെ നിന്ന് ഓൺലൈനായിട്ടാണ് അയക്കുകയൊക്കെ മൊഴിയൊക്കെ നൽകുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം. അപ്പോഴാണ് ഒരു വലിയ നിയമപ്രശ്നം അതിൽ ഉയർന്നു വന്നത്. അതായത് ഈ പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കാതെ കുറ്റപത്രം നൽകിയാൽ അതിന് നിയമസാധുത ഉണ്ടാകുന്ന കാര്യം സാധ്യത കുറവാണ് എന്നുള്ള നിയമോപദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്ത് നിന്ന് പരാതിക്കാരിയെ നാട്ടിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചത്. തുടർന്ന് അവരുടെ വീടിന് സമീപമുള്ള ജനറൽ ആശുപത്രിയിൽ തന്നെ ആണ് ഈ വൈദ്യപരിശോധന നടപടികൾ പൂർത്തിയാക്കിയത്. അതീവ രഹസ്യമായിട്ടായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. മാത്രമല്ല ഈ യുവതി പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും മൊഴിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളും ഈ വൈദ്യപരിശോധന നടത്തുമ്പോൾ അവിടെ ഡോക്ടറോടും അതേ കാര്യങ്ങളാണ് ധരിപ്പിച്ചത്. ഡോക്ടർ ആ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മൊഴിയായിട്ടും നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ 3ാമത്തെ കേസിൽ അപൂർവമായ ഒരുപാട് നടപടികൾ ഉണ്ടായിരുന്നു. 3ാമത്തെ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. 3ാമത്തെ ആ പരാതി ലഭിച്ചു. അത് അതീവ രഹസ്യമായിട്ടായിരുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് രഹസ്യ ഓപ്പറേഷനിലൂടെ പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇതിനകത്ത് ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഉയർന്നത് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതായിരുന്നു. പിന്നീട് അത് കോടതിയുടെ തന്നെ ഹൈക്കോടതിയുടെ അടക്കം സമ്മതത്തോടെ അംഗീകാരത്തോടെ എംബസി വഴിയായിരുന്നു അന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നത്. ആ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി. ആ ഹോട്ടലിൽ ഈ ബലാത്സംഗം നടന്നത് തിരുവല്ലയിൽ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു എന്നാണ് ആ പരാതിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഹോട്ടലിൽ കൊണ്ടുപോയി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെളിവെടുപ്പൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം കുറ്റപത്രം നൽകാനുള്ള നീക്കത്തിലായിരുന്നു അന്വേഷണ സംഘം. പക്ഷേ അപ്പോഴാണ് ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കാത്തത് ഒരു തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തൽ നിയമോപദേശമൊക്കെ ഉണ്ടായത്. തുടർന്ന് യുവതിയെ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുത്തുകയായിരുന്നു. അതിനുശേഷം ആ വൈദ്യപരിശോധന പൂർത്തിയാക്കി. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ ഒരു നീക്കം നടത്തിയിരുന്നു. ഈ കേസ് ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കാത്തത് കൊണ്ട് ആ കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യവുമായി കോടതിയിൽ പോകാനായിരുന്നു ആ നീക്കം. ആ നീക്കത്തിലാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. വൈദ്യപരിശോധന എന്ന് പറയുമ്പോൾ ഇത് ഈ കേസിൽ വളരെ നിർണായകമായ ഒന്നാണോ?
അത് കേസിൽ ഏറ്റവും നിർണായകമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണവും തെളിവുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അത് അന്വേഷണ സംഘം ശേഖരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ യുവതി പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ, അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ച സന്ദേശങ്ങൾ, ഇതൊക്കെ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള തെളിവുകളായി അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ കേസിൽ അന്വേഷണ സംഘത്തിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കാരണം ഈ പരാതിക്കാരി നാട്ടിലായിരുന്നില്ല, വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഓൺലൈനായിട്ടാണ് പരാതി അയച്ചത്. അതിനുശേഷം ഓൺലൈനായി തന്നെ അന്വേഷണ സംഘം വീഡിയോ കോൾ വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. പിന്നീട് ഈ 164 മൊഴി തിരുവല്ല മജിസ്ട്രേറ്റിന് മുൻപാകെ എംബസി വഴിയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ വൈദ്യപരിശോധന മാത്രമായിരുന്നു ഈ കേസിൽ ഒരു നടപടി പ്രശ്നമായി അവശേഷിച്ചിരുന്നത്. അതാണിപ്പോൾ അന്വേഷണ സംഘം മറികടന്നിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ 3 കേസുകളിലും എല്ലാ നടപടിക്രമങ്ങളും അന്വേഷണവും ഏതാണ്ട് പൂർത്തിയാവുകയാണ്. ഈ 3 കേസുകളിലും ആദ്യ കേസുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ ഹാജരാക്കാൻ സാധിക്കുന്നത്, ഈ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ സാധിക്കുന്നത്. പ്രേക്ഷകരും കാണുകയാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഈ ദൃശ്യങ്ങൾ ആദ്യമായി. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് രണ്ടുപേരെ ഒളിവിൽ പോയതിന് സഹായിച്ചു എന്ന പേരിൽ അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അവരെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ലഭ്യമായ വിവരങ്ങളെ തുടർന്നാണോ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസിന്, അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്? മോത്തി, അന്ന് ഈ ആദ്യത്തെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്കാണ് നൽകുന്നത്. മുഖ്യമന്ത്രി ആ പരാതി ADGP ലോ ആൻഡ് ഓർഡറിന് നൽകുന്നു. ADGP അത് തിരുവനന്തപുരം റൂറൽ എസ്പിക്ക് കൈമാറുന്നു. അങ്ങനെ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്കറിയാം. അന്ന് ഒരു രാത്രി വൈകിയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനൊരു പരാതി മുഖ്യമന്ത്രിക്ക് വന്നു എന്നുള്ളത് അപ്പോൾ തന്നെ വാർത്തയായിട്ട് വന്നിരുന്നു. ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്ന പാടെ പാലക്കാട്ട് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പൊടുന്നനെ അപ്രത്യക്ഷനാകുകയായിരുന്നു. പിന്നീട് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ചു, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു നടിയുടെ ചുവന്ന കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടതെന്ന് അന്ന് വിവരം ലഭിച്ചിരുന്നു. അപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ആ മുൻകൂർ ജാമ്യം തേടുന്ന അത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രത്യേക സംഘം പാലക്കാട് നിന്ന് ആരംഭിച്ച അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ ബാഗലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുന്നു എന്നുള്ളതായിരുന്നു കണ്ടെത്തിയിരുന്നത്. അത് തമിഴ്നാട് കർണാടക ബോർഡറാണ്. ആ ബാഗലൂരിലെ ഇപ്പോൾ ഈ കാണുന്ന റിസോർട്ടിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ പോയാൽ കർണാടക ബോർഡറിൽ കർണാടകയിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ അന്ന് മാതൃഭൂമി ന്യൂസാണ് ബാഗലൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നുള്ള വിവരം പുറത്തുവിട്ടിരുന്നത്. അവിടെ പോലീസ് എത്തിയിരുന്നു എന്നുള്ള വിവരം പുറത്തുവിട്ടിരുന്നത്. പക്ഷെ അന്ന് പോലീസ് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനു മുമ്പ് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. കാരണം പോലീസിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അന്ന് ബാഗലൂരിലെ റിസോർട്ടിൽ നിന്ന് 2 പേരെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവര് റെക്സ് ജോസ് എന്ന് പറയുന്ന 2 പേരായിരുന്നു. അവർക്കൊപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് വന്ന വാഹനവും അവിടെ നിന്ന് കർണാടകയിലേക്ക് പോയ വാഹനവും അന്വേഷണ സംഘം പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. അത് തിരുവനന്തപുരത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ബാഗലൂരിലെ ഈ റിസോർട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ ഇറങ്ങി അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി വളരെ വേഗത്തിൽ വന്ന് കാറിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒളിവിൽ പോകുന്ന ആളാണ് എന്ന് പോലീസിന് അന്ന് കോടതിയിൽ തെളിയിക്കണമായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്ന് ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കിയത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. ശരി, അനന്തൻ. അനന്തകൃഷ്ണനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. എക്സ്ക്ലൂസീവ് വാർത്ത മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ്. ഈ ദൃശ്യങ്ങൾ ബാഗലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുന്ന സമയത്ത് പോലീസ് ശേഖരിച്ച ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു നിർണായക നീക്കം കൂടി SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. 3ാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയെ ആരോഗ്യ പരിശോധനകൾക്കായി വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരിശോധനകളും പൂർത്തിയാക്കി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അനന്തൻ പങ്കുവച്ചത്. നല്ല ദിവസം ആശംസിക്കുന്നു അനന്തന്.